ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയാലോ? അതിനകത്തേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 1.5 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. നല്ല ക്ലീൻ ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതും ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് അരിച്ചെടുത്താലും മതിയാവും. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നല്ലവണ്ണം മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ബൗൾ വേണം. നമുക്ക് കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഒരു ക്രീം രൂപത്തിലേക്ക് ഇത് കട്ടയില്ലാതെ നല്ല രീതിയിൽ ശരിക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. കൊക്കോ പൗഡർ പെട്ടെന്ന് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം. എന്നിട്ട് നമുക്കൊരു ബൗൾ എടുക്കണം. അതിനകത്തേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യാനുണ്ട്. വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് 5 മുട്ടയാണ് ആവശ്യമുള്ളത്. നമുക്ക് 5 മുട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതിന് മുട്ടയുടെ മണമൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കതൊരു ബ്ലെൻഡറോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ട ആഡ് ചെയ്യുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ നല്ല ശ്രദ്ധിക്കണേ. അന്നേരം നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. ഇനി നല്ലോണം ഹൈ സ്പീഡിലിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. ശരിക്കൊന്ന് ബീറ്റ് ചെയ്ത് നല്ലോണം ബബിൾസ് ഒക്കെ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് കുറച്ചായിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത്. ഇത് ക്രിസ്റ്റൽ ഷുഗറാണ്. ഇപ്പോൾ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താലായിട്ടൊന്നും മതി. ബീറ്ററും കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പാച്ചുല ഉപയോഗിച്ചോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നല്ലോണം മാറിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫോൾഡ് ചെയ്ത് വരുന്നില്ലേ ആ ബാറ്റർ? അതാണ് പെർഫെക്റ്റ് ആയതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലോറ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പാച്ചുലയോ വിസ്കോ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പീഡിൽ കാണിക്കുന്നു വിചാരിച്ച് ഞാനവിടെ സ്പീഡ് ആക്കിയേക്കുന്നതാണ്. പയ്യെ ചെയ്താൽ മതി. വളരെ സ്ലോ ആയിട്ടാണ് ഞാനും ചെയ്യുന്നത്. അങ്ങനെ 3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ 3ാമത്തെ പ്രാവശ്യത്തെയും ഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യത്തിന് പാല് ഒഴിച്ച് കൊടുക്കാം. പാലില്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് മാർബിൾ കേക്ക് അല്ലേ, അപ്പോൾ 2 ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിരിക്കുന്നതിലേക്ക് ഈ ബാറ്റർ കുറച്ച് ആഡ് ചെയ്യാം. നിങ്ങൾക്കത് ഇതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിന് ബാറ്റർ 50-50 ആക്കാം. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ അളവും അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി കൂടുതൽ വാനില ഫ്ലേവറും കുറച്ച് ചോക്ലേറ്റും വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആഡ്
ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കണം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ട്രേ ആണ് എടുക്കുന്നത്. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് ശരിക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം വൈറ്റ് ബാറ്ററാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റും കൂടെ അതിന് മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്നും മേലെ ആയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിത് പയ്യെ ഒന്ന് ടാപ്പ് ചെയ്യാം. സാധാരണ കേക്ക് ടാപ്പ് ചെയ്യുന്ന പോലെ ഒത്തിരി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇതും കൂടി മിക്സ് ആയി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ കിട്ടില്ല. ഇനി നമുക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് റാക്ക് വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ബാറ്റർ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തേക്കുന്നത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്കൊന്ന് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനകത്തൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ പ്യുവറായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. കേക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ, നല്ല ആ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല സ്പോഞ്ചിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.